പറയട്ടാ, പിച്ചള ഇവിടെ ഐ സി കിടക്കുന്ന കാര്യം അവിടെ ആരും അറിഞ്ഞിട്ടില്ലല്ലേ? പിച്ചള ആശുപത്രിയിലാണെന്ന് മനസ്സിജനിൽ നിന്ന് ശിവാനി അറിയുന്നു. പിച്ചളയ്ക്ക് വേണ്ടി കുട്ടിമണി അസ്ഥിത്തറയിൽ പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിലെത്തിയ ശിവാനിയോട് പിച്ചള അപകടനില തരണം ചെയ്തു എന്ന് അറിയിക്കുന്ന ഡോക്ടർ. ശിവാനിയെ ആശ്വസിപ്പിക്കുന്ന സീത. തുടർന്ന് കാണുക. പിച്ചള അപകടനില തരണം ചെയ്തു എന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? 2 ദിവസത്തിനുള്ളില് വാർഡിലേക്ക് മാറ്റുകയും ചെയ്യും. അപ്പോ ശിവാനിക്ക് പിച്ചളയുടെ അടുത്ത് പോയിരിക്കാലോ. രാഷ്ട്രീയത്തിന്റെ മതത്തിന്റെയൊക്കെ പേരില് എത്ര പേരെയാ വെട്ടിക്കൊല്ലുന്നത്. അമ്മമാർക്ക് മക്കളില്ലാതാവുന്നു, ഭാര്യയ്ക്ക് ഭർത്താവിനെ, മക്കൾക്ക് അച്ഛന്. അവരുടെയൊക്കെ സങ്കടം എത്ര വലുതായിരിക്കും. അത് വെച്ച് നോക്കുമ്പോ പിച്ചളയുടെ ജീവൻ ബാക്കിയായത് നമ്മുടെ ഭാഗ്യമായിട്ടല്ലേ കരുതേണ്ടത്? അങ്ങനെ കരുതി ആശ്വസിക്ക് ശിവാനി. ഉള്ളിലെ വീർപ്പുമുട്ടലൊന്ന് അയയട്ടെ. അതെ, ഇവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുകയാണോ രണ്ടാളും? ശിവാനി എന്തേലും കഴിച്ചോ വല്യേച്ചി? ഇല്ല, ശിവാനിയെ ഭക്ഷണം കഴിക്കാൻ വിളിക്കാനാ ഞാൻ വന്നത്. എനിക്കിപ്പോ ഒന്നും വേണ്ട, ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. പിച്ചളെ കാണാൻ ആശുപത്രി പോയിട്ട് കാണാൻ പറ്റാത്തതിന്റെ വിഷമമാണോ ശിവാനിക്ക്? ഒന്നും കഴിക്കാതെ ഇവിടെ ഇങ്ങനെ വിഷമിച്ചോണ്ടിരുന്നിട്ട് എന്താ കാര്യം അല്ലേ വല്യേച്ചി? പണ്ട് മനസ്സിജനും ഇങ്ങനെ കുത്തു കിട്ടിയിട്ടുണ്ട്. ആ കണ്ടംപൂച്ച മനസ്സിനെ കുത്തിയത്. കണ്ടംപൂച്ചയോ? കണ്ടംപൂച്ച എന്ന് പറഞ്ഞ ഒരാള് തന്നെയാ, മനുഷ്യരൂപത്തിലുള്ളൊരു മൃഗം. ആ നശിച്ച പേര് നാവിന്ന് വീണാ തന്നെ അശ്രീകരമാ. അന്ന് ഞാനും ഇതുപോലെ കുറേ സങ്കടപ്പെട്ട് കരഞ്ഞിട്ടുണ്ട്. അപ്പൊ മനസ്സിജനാ പറഞ്ഞത്, നമ്മൾ സങ്കടപ്പെട്ട് കരഞ്ഞ കൂടുതൽ വേദനിക്കുമെന്ന്. അത് നേരാ. നമ്മളും കൂടി വിഷമിച്ച് കരഞ്ഞ ഒന്നും കഴിക്കാതിരുന്നാ അതവർക്ക് കുത്തേറ്റതിനേക്കാളും വേദനയാവും. അവരെ നമ്മൾ ആശ്വസിപ്പിക്കുകയല്ലേ വേണ്ടത്? നിസ്സാര കാര്യത്തിന് പോലും മനസ്സ് വേദനിച്ചിരിക്കുന്ന ആളായി കുട്ടിമണി. ആ കുട്ടിമണി വരെ പറയുന്നത് കേട്ടില്ലേ? എണീറ്റ് വാ മോളെ, വാ വാ. വല്യേട്ടാ. കിടന്നില്ലേ നീ? ഇല്ല വല്യേട്ടാ, മനസ്സിജനെ അവിടെ ആശുപത്രിയിൽ ഒറ്റയ്ക്കായിരിക്കത്തില്ലേ? അവിടെ അധികം ആൾക്കാർക്കൊന്നും നിൽക്കാൻ പറ്റില്ല. മനസ്സിജന് അവിടെ ചോറൊക്കെ കിട്ടുമോ വല്യേട്ടാ? കിട്ടും മോളെ, ആശുപത്രിയല്ലേ, അവിടെ എല്ലാം കിട്ടും. വല്യേട്ടാ, എനിക്ക് മനസ്സിനോട് സംസാരിക്കണം. അതിനെന്താ, ഞാൻ വിളിച്ചു തരാലോ. ബാലേട്ടാ. സിജ, കുട്ടിമണിക്ക് സിജനോട് സംസാരിക്കണമെന്ന്. ഫോൺ ഞാൻ കൊടുക്കാം. മനസ്സിയാ? എന്താ കുട്ടു ഉറങ്ങിയില്ലേ ഇതുവരെ? ഓർക്കം വരുന്നില്ല. മനുഷ്യൻ എന്താ കഴിച്ചേ? ആശുപത്രി ക്യാൻറ്റീനിൽ നിന്ന് ചോറ് കഴിച്ചു. കുട്ടു കഴിച്ചില്ലേ? കുഞ്ഞുമണി ഉറങ്ങിയോ? ഇല്ല, കാവടിയച്ഛൻ്റെ കയ്യിലുണ്ട്. ശിവാനിയോ? ഓ, ഒന്നും കഴിക്കാതിരിക്കുമായിരുന്നു. എല്ലാവരും കൂടി നിർബന്ധിച്ച് കഴിപ്പിച്ചു. മനുഷ്യനില്ലാത്തോണ്ടേ എനിക്ക് എന്തോ പോലെ. എൻ്റെ അവസ്ഥ അത് തന്നെയാ കുട്ടു. ഒരാളെങ്കിലും ഇവിടെ ഇല്ലെങ്കിൽ ശരിയാവത്തില്ല. ഈ അവസ്ഥയിൽ ഞാനല്ലാതെ പിന്നെ വേറെ ആരാ? മുമ്പ് കുട്ടുവിനെ വീണ്ടെടുക്കാൻ വേണ്ടി ജീവൻ പണയം വെച്ച് എൻ്റെ കൂടെ വന്ന ആളാ പിച്ചള. ആ പിച്ചളയ്ക്ക് വേണ്ടി ഇവിടെ കാവലിരിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ കുട്ടു? അതെനിക്ക് അറിയാം മനുഷ്യ. പിച്ചളയ്ക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ. നാളെയോ മറ്റന്നാളോ ആയിട്ട് പിച്ചളയെ വാർഡിലേക്ക് മാറ്റിയേക്കും. അപ്പോൾ ശിവാനിക്ക് ഇവിടെ വന്ന് നിൽക്കാം, എനിക്ക് വീട്ടിലേക്ക് വരികയും ചെയ്യാം. കുട്ടുവിന് വിഷമമൊന്നുമില്ലല്ലോ? ഇല്ല മനുഷ്യ. നമുക്ക് വേണ്ടി പിച്ചള ചെയ്തതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഈ ചെയ്യുന്നതൊന്നുമല്ല. എല്ലാം ഉണ്ടാവുമ്പോൾ തോളി കൈയിട്ട് നടക്കുന്നതും ചിരിച്ചും ചിരിപ്പിച്ചും കൂടെ കൂട്ടുന്നതിലും അല്ല കാര്യം.
ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ഒരു താങ്ങായി ഉണ്ടാവണം. അവിടെയാ ശരിയായ ചങ്ങാത്തം വെളിപ്പെടുന്നത്. ആ, കുഞ്ഞുമണിയും കുട്ടി കിടന്നു വിട്ടു. ദാ. നിന്റെ മോൾ ഉറങ്ങിക്കോട്ടോ. ഇന്നിവിടെ കിടക്കാനേ നിന്റെ അച്ഛ ഇല്ലാട്ടോ. നിന്റെ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയുടെ ചൊക്കൊരു കുട്ടി ഉറങ്ങിക്കോട്ടോ. ഉറങ്ങിക്കോ. വാവൂ. ഓ, ഉറങ്ങടി കള്ളി പെണ്ണെ. ഉറങ്ങിക്കോ. വാവൂ. ഉറങ്ങടി. എന്റെ മുട്ടാണ്. ഉറങ്ങടി കള്ളി. ഊരും പേരും ആളും ആഡംബരമൊന്നുമില്ലെങ്കിലും ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയ പെണ്ണിന് ഒരു പോറല് പോലും ഏൽക്കാതെ നോക്കും. പിച്ചളയുടെ ചങ്കില് പ്രാണൻ ഉണ്ടാവുന്നത് വരെ. നിങ്ങൾ അബ്ദുള്ളയുടെ ആളല്ലേ? അതെ സിസ്റ്റർ. ദാ ഈ ബില്ലിൽ കാണുന്ന തുക ക്യാഷ് കൗണ്ടറിൽ കൊണ്ടുപോയി അടച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് കാണിക്കണം. ഹലോ, ഉറുപ്പ്യ 5000 കൂടെ പോയി കിട്ടി. എൻ്റെ റബ്ബേ, ഇത് എത്രാമത്തെ ബില്ലാ? ഒരു നെഞ്ചുവേദന തോന്നിയപ്പോഴാ ബാപ്പായി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. വണ്ടിക്കാരൻ്റെ ചതിയാ. ജനറൽ ആശുപത്രി മതിയായിരുന്നു. ദിവസം 4 ബാപ്പാനെ പുറത്തോട്ട് കണ്ടിട്ടില്ല. ബില്ലുകൾ മാത്രം അകത്തുനിന്ന് ഇങ്ങനെ വന്നോണ്ടിരിക്കുക. തീവെട്ടിക്കൊള്ള തന്നെ പടച്ചോനെ. നിങ്ങളെ ചങ്ങായിയല്ലേ അകത്തുള്ളത്? ആ, അതെ. ഓന്റെ കയ്യിൽ നയാ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ പെട്ട തന്നെ. ഇമാതിരി ബില്ല് ഇങ്ങക്കും വന്നോണ്ടിരിക്കും. കയ്യിൽ കായ് കരുതിക്കോളി. ഈശ്വര, ഇതുപോലെ ബില്ല് വന്നാൽ വീട്ടിൽ ഒളിപ്പിച്ചു വെച്ച പൈസയിൽ കൈവയ്ക്കേണ്ടി വരും. അതല്ലാതെ മറ്റൊരു വഴിയുമില്ല. പിച്ചളയ്ക്ക് നല്ല മാറ്റമുണ്ട് ശിവാനി. സിജ, പിച്ചൽ ഇവിടെ ഐസിയുലാണെങ്കിൽ ശിവാനി അവിടെ നിരാഹാരത്തില. എന്തിന്? ഊണുമില്ല, ഉറക്കമില്ല. ആദ്യം കയറി നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? ദേ ശിവാനി, എന്താ ഇത് കൊച്ചുകുട്ടികളെ പോലെ? സമയത്തിന് വല്ലതും കഴിച്ചില്ലെങ്കിൽ മനുഷ്യൻ വീണുപോകും കേട്ടോ. സീതയും കുട്ടിമണി അപ്പച്ചമ്മയൊക്കെ ശിവാനി ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട്. എവിടെ? എന്നാലും ശിവാനി നിരാഹാരത്തിൽ തന്നെ. അതെ, അവസാനം നീ അസുഖം വരുത്തി വെക്കുവോ? സിജ, ഡോക്ടർ എന്ത് പറഞ്ഞു? നല്ല മാറ്റമുണ്ട് ബാലേട്ടാ. സത്യത്തിൽ ഇന്ന് രാവിലെ മുതലാ എനിക്ക് ശരിക്കൊന്ന് ആശ്വാസമായത്. സിജന, എനിക്കൊന്ന് കാണണം. കാണാ ശിവാനി. ഞാനേ സിസ്റ്ററിനോടൊന്ന് ചോദിക്കട്ടെ. സിജ, പിച്ചലെ കുത്തിയതാരാണെന്നുള്ള സൂചന വല്ലതും കിട്ടിയോ? ഇല്ല ബാലേട്ടാ. അയ്യപ്പൻകുട്ടി സാറിനെ വിളിച്ചു നോക്കായിരുന്നില്ലേ? വിളിക്കണം ബാലേട്ടാ, ഞാൻ വിളിച്ചോളാം. പിച്ചലെ ICU വാർഡിലേക്കൊന്ന് മാറ്റിയ വലിയൊരു ആശ്വാസമാവുമല്ലോ. എന്താ സിസ്റ്ററെ, ഒരാളെ ഒന്ന് കാണാൻ അനുവദിക്കണം. കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാണ്. ആരായാലും അധിക സമയം എടുക്കരുത്. വന്നോളൂ. പാവം, ഇന്നലെ രാത്രി ഒരു തരി പോലും ഉറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. തമ്മി കാണുന്നതോടെ എല്ലാം നേരെയാവും. ബാലേട്ടാ, ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം. അതുവരെ ബാലേട്ടൻ ഇവിടെ നിൽക്കുമോ? അതിനെന്താ, സിജൻ പോയിട്ട് വാ. സിജൻ ചെന്നാൽ കുട്ടിമണിക്ക് ഒരു ആശ്വാസമോ? ചെല്ല്. ശരി എന്നാ.
എന്താ അത്? എന്തിനാ കരയണ്? എനിക്കൊന്നും പറ്റിയിട്ടില്ലാന്ന്. ഇത് ശരിയല്ലട്ടാ. ഇങ്ങനെ കരഞ്ഞ എനിക്കും സങ്കടവും. കുത്തിറ്റെന്നറിഞ്ഞപ്പോ ഞാൻ ആകെ തളർന്നു. കാണാൻ വേണ്ടി ബാലേട്ടനൊപ്പം ഓടി വന്നതാ ഞാൻ. ഇങ്ങോട്ട് കയറ്റി വിട്ടില്ല. ഒക്കെ ഞാൻ അറിഞ്ഞു. ഉള്ളിലുള്ള ചോരയൊക്കെ കുറെ പോയതുകൊണ്ടുള്ള ബോധക്കേടിലായിരുന്നു ഞാൻ. അതാണ് അപ്പ ആരെ അകത്തേക്ക് കയറ്റി വിടാതിരുന്നത്. ആശുപത്രി കാര്യത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റിയില്ല. ഉറങ്ങാതിരുന്നിട്ട് എന്താ കാര്യം? ഒന്നും പറയാറായിട്ടില്ല, ബ്ലഡ് വേണം, ബോധം വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ പേടിപ്പിച്ചിട്ടുണ്ടാവൂലേ? അതൊക്കെ അവരുടെ സ്ഥിരം പല്ലവിയല്ലേ. ഇപ്പൊ എന്നെ കണ്ട വല്ല കുഴപ്പം തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. അതാ ആരായി കടുങ്കൈ ചെയ്തത്? ഒരു പിടിയില്ല. രാത്രി ശിവാനിയോട് ഫോണിൽ സംസാരിച്ച് വരുമ്പോഴാ രാവിലെ കാണാന്ന് പറഞ്ഞ് ഫോണ് കട്ടാക്കിയതും 2-3 പേര് മുന്നിൽ ചാടി വീണു, കുത്തി. കയ്യിന്ന് ഫോണ് തെറിച്ച് പോയതുകൊണ്ട് ആരെയും വിളിക്കാനും പറ്റിയില്ല. എന്റെ സമയം അടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെ ഇവിടെ എത്തി. അന്ന് പൈസ തട്ടിയെടുത്തവർ തന്നെ ആയിരിക്കോ ഇത് ചെയ്തത്? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എന്നെ കുത്തിക്കൊല്ലാൻ മാത്രമുള്ള ശത്രുത ആരുമായിട്ട് എനിക്കില്ല. ഇത് ആള് മാറി ചെയ്തതാവാനേ വഴിയുള്ളൂ. കുത്തു കിട്ടിയതിൽ എനിക്ക് ലെവലേശം പോലും വിഷമമില്ല. കല്യാണം മുടങ്ങിയല്ലോ, അതാണ് എന്നെ അലട്ടുന്നത്. കല്യാണം മുടങ്ങിയിട്ടൊന്നുമില്ലല്ലോ. ദിവസം അങ്ങോട്ടൊന്ന് മാറും, അത്രയല്ലേ ഉള്ളൂ. കല്യാണം എന്ന് വേണേലും ആവാം. അതിന് ഈ ജീവൻ വേണമല്ലോ. അതിനായിരുന്നു എന്റെ പ്രാർത്ഥന. എനിക്കിപ്പോ തോന്നുന്നു ഈ മനസ്സിന്റെ സ്നേഹാണ് എന്റെ ഉയിര് കാത്തതെന്ന്. കാത്തിരിക്കാൻ ഒരാളുണ്ടെങ്കിൽ, അവരുടെ പ്രാർത്ഥനയുണ്ടെങ്കിൽ ഒരിക്കലും പറിച്ചെടുക്കാനാവില്ല ഈ പിച്ചളയുടെ പ്രാണന്. മനസ്സിജ, ആശുപത്രിയിലെ കാര്യങ്ങളൊക്കെ എന്തായി? പിച്ചളക്ക് എങ്ങനെയുണ്ട്? കുറവുണ്ടോ? ആ, കുഴപ്പമില്ല അപ്പച്ചമ്മേ, നല്ല മാറ്റമുണ്ട്. പിച്ചള ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. കുത്തുകൊണ്ടത് വയറ്റിലല്ലയോ? വല്ലതും കഴിക്കാനോ കുടിക്കാനോ പറ്റുന്നുണ്ടോ? കട്ടിയാഹാരങ്ങളൊന്നും കൊടുക്കാൻ പറ്റത്തില്ല അപ്പച്ചമ്മേ. പിന്നെ ഐസിയുലല്ലേ, നമ്മൾ അകത്തേക്കൊന്നും കയറ്റി വിടത്തില്ല. എല്ലാം അകത്ത് സിസ്റ്റർമാർ നോക്കിക്കോളും. അപ്പോ പിച്ചളെ ഇതുവരെ അവിടെ നിന്ന് പുറത്തിറക്കിയില്ലേ? ഇല്ല അപ്പച്ചമ്മേ, നാളെയോ മറ്റന്നാളോ ആയിട്ട് വാർഡിലേക്ക് മാറ്റും. പിച്ചളെ ഒന്ന് കാണണമെന്നുണ്ട് എനിക്ക്. പിന്നെ തുന്നിക്കെട്ടായിട്ടൊക്കെ കിടക്കുന്ന പിച്ചളയെ കണ്ടാൽ സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ വരാത്തത്. ആശുപത്രിയിൽ എത്തുമ്പോൾ തന്നെ ഒരുതരം മണമല്ലേ, അത് തന്നെ എനിക്ക് പിടിക്കില്ല. ആശുപത്രിവാസം വേറൊരു തരത്തിൽ തടവറ തന്നെയാണ്. വാർഡിലേക്ക് മാറ്റിയ അധികം വൈകാതെ തന്നെ ആശുപത്രി വിടാനാവും. കുട്ടു എവിടെ അപ്പച്ചമ്മേ? ഇവിടെ കണ്ട ഉണ്ട്. ആ, അപ്പച്ചപ്പനുമായിട്ട് പച്ചക്കറിക്ക് വെള്ളം ഒഴിക്കാൻ പോയതാ. വിളിക്കണോ മനസ്സിജ? വേണ്ട വേണ്ട, വിളിക്കണ്ട. ആശുപത്രിയിലേക്ക് എനിക്ക് പെട്ടെന്ന് മടങ്ങിപ്പോണം. ഇട്ടിരിക്കുന്നതൊക്കെ മുഷിഞ്ഞു, ഒന്ന് മാറാൻ വേണ്ടി വന്നതാ. ശരി. എന്റെ പരുത്തിക്കാവിൽ അമ്മേ, പിച്ചളയ്ക്ക് നീ ദീർഘായുസ് കൊടുക്കണേ. ഇവിടെ തന്നെയാണല്ലോ വച്ചിരുന്നത്. അയ്യോ ഈശ്വര, പണം അവിടെ പോയി.
ഭയങ്കര മടിയാ കാവടിയച്ഛന്. എന്റെ കൂടെ വന്നിട്ട് ഒന്നിനു പോലും വെള്ളം ഒഴിച്ചില്ല. ചിരിച്ചോണ്ട് ഇങ്ങനെ നോക്കി നിൽക്കില്ലായിരുന്നു കാവടിയച്ഛൻ ചെയ്ത്. അത് എന്റെ കുട്ടി വെള്ളം ഒഴിക്കുന്നത് കാണാൻ നല്ല രസാ. ഞാനത് കണ്ട് ആസ്വദിക്കായിരുന്നു. പണി എടുക്കാതിരിക്കാനുള്ള നുണയല്ലേ അത്? അപ്പച്ചമ്മ പറയുന്നത് നേര് തന്നെ. കാവടിയച്ഛന് പണിയെടുക്കാൻ മടിയാ. സുഭദ്ര അങ്ങനെ പലതും പറയും. ഇന്നിപ്പോ എല്ലാം കഴിഞ്ഞില്ലേ, നാളെ കണ്ടോ മൊത്തം പണി ഞാൻ തന്നെ ചെയ്യും. ഉറപ്പാണേ? പിന്നെ ഉറപ്പില്ലാത്ത ഒരു കാര്യവും ഞാൻ പറയില്ല. പച്ചക്കറിക്ക് വേണ്ടതെല്ലാം ഞാൻ തന്നെ ചെയ്തോളാം. മോൾ അവിടെ നോക്കി നിന്നോണ്ടാ മതി. വേണമെങ്കിൽ നിന്റെ അപ്പച്ചമ്മയും വിളിച്ചോ. അതിന്റെ ഓരവേ ഉള്ളൂ. കുട്ടു, മനുഷ്യനോട് ഉണ്ടായിരുന്നോ? എപ്പോഴും വന്ന മനുഷ്യ? അപ്പൊ നീ ആശുപത്രി പോയില്ല? ഞാൻ ആശുപത്രിയിൽ നിന്ന് തന്നെയാ ഇങ്ങോട്ട് വന്നത്. കുട്ടു, ഞാൻ നമ്മുടെ മുറിയിലെ ഒരു പൊതി വെച്ചിരുന്നു. അതിപ്പോ അവിടെ ഇല്ല. കുട്ടു എങ്ങനെ കണ്ടായിരുന്നു? പൊതിയോ? എന്ത് പൊതിയ മനുഷ്യ? അത് പിന്നെ ഒരു ചെറിയ പൊതിയാ. അലമാരിന്ന് എങ്ങനെ കുട്ടിനത് കിട്ടിയോ? പൊതിയെന്ന് പറഞ്ഞാൽ എന്തിട്ട് പൊതിയ? അത് പിച്ചളയുടെ പൊതിയാ. അത് എടുക്കാൻ വേണ്ടിയാ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. കുട്ടു ഒന്ന് ഓർത്തു നോക്കിയേ. അയ്യോ, ഞാൻ കണ്ടില്ല മനുഷ്യ. ശേ, അത് പിന്നെ എവിടെ പോയി? അതിപ്പോ എന്തിന്റെ പൊതിയാ മനുഷ്യ? എന്ത് പൊതിയായിരിക്കും അത്? ആശുപത്രിയിൽ കിടക്കുന്ന പിച്ചളയുടെ പൊതി. എന്തെങ്കിലും ആവട്ടെ. സുഭദ്രേ. കുട്ടു, ഈ കവറിലെ ഈ കവറിലുണ്ടായിരുന്ന ഒരു പൊതി ഉണ്ടായിരുന്നോ? ഓ, അതാണോ? അത് തന്നെ. കുട്ടു കണ്ടായിരുന്നോ? മാറിങ്ങോട്ട്. ഇതാണോ ഇത് കുട്ടുവിനെ കിട്ടി? ഞാനിവിടെ ഏതാണ്ട് നോക്കിയപ്പോ കണ്ടതാ. എന്താ ഇത്? നീ തുറന്നു നോക്കില്ലേ? നോക്കിയാ പിന്നെ എന്താ ചോദിക്കോ മനുഷ്യ? ഇത് പിച്ചളയുടേതാ. എന്താന്നറിയില്ല, എന്റെ കയ്യിൽ സൂക്ഷിക്കാൻ തന്നതാ. പിച്ചള ഇപ്പൊ ആശുപത്രിയിലാണല്ലോ. അതിന്റെ ആവശ്യത്തിന് വേണ്ടി ഇത് എടുക്കാൻ കൂടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ മനുഷ്യന് ഒരു വിവരവും ഇല്ല. ഇതൊക്കെ എന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പാടില്ലായിരുന്നോ? ഇതേ തുണിക്കടയിൽ വീണ് കിടക്കുമായിരുന്നു. ഞാനാ എടുത്തു വെച്ചത്. അല്ല, പിച്ചളക്ക് സുഖമായ മനുഷ്യ? സുഖമായി വരുന്നു കുട്ടു. എനിക്കും പിച്ചളെ കാണണമെന്നുണ്ടായിരുന്നു. ഞാനും കൂടി വരട്ടെ? പിച്ചള ഇപ്പൊ ഐസിയുല കുട്ടു. ഐസിയുലോ? അതെന്തോ മനുഷ്യ? അത് ആശുപത്രി തന്നെ ഉള്ളതാ. കാര്യമായ അസുഖമുള്ളവരെ കിടത്തുന്ന സ്ഥലം. അവിടെ അങ്ങനെ ആരെയും കടത്തി വിടത്തില്ല. കുട്ടു വന്നാൽ കാണാനും പറ്റത്തില്ല. അപ്പൊ ശിവാനി വന്നതോ? ശിവാനി ആശുപത്രി വന്നേ ഉള്ളൂ. കാണാനൊന്നും പറ്റിയില്ല. പാവത്തിന് നല്ല വിഷമമുണ്ട്. പിച്ചളെ കുത്തിയത് ആരായാലും മാടനപ്പ നല്ല ശിക്ഷ കൊടുക്കും. ഞാൻ അമ്മയോടും പറഞ്ഞിട്ടുണ്ട്. ആരായിരിക്കും പിച്ചളെ കുത്തിയത്? അറിയില്ല കുട്ടു. ഒരു ഉറുമ്പിനെ പോലും നോവിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാ പിച്ചള. ആ പിച്ചള തന്നെ കുത്തേറ്റ് കുത്തുകൊള്ളുമ്പോ നല്ല വേദന ഉണ്ടായിട്ടുണ്ടാവും അല്ലേ മനുഷ്യ? ഞാൻ ആശുപത്രിയിലേക്ക് ചെല്ലട്ടെ. ബാലട്ടൻ കാത്തിരിക്കുന്നുണ്ടാവും. കുട്ടു പിച്ചളയ്ക്ക് വേണ്ടി പോയി പ്രാർത്ഥിച്ചോ കേട്ടോ. കുഞ്ഞുമണി, നോക്കിയേ, പ്രാർത്ഥിക്ക്. പിച്ചള വേഗം തിരിച്ചു വരണേന്ന് പ്രാർത്ഥിക്ക് കേട്ടാ. അച്ഛേ, അമ്മേ, പിച്ചളക്ക് വേഗം സുഖാവണേ. പിച്ചളക്ക് ഒരാപത്തും വരുത്തല്ലേ. പിച്ചളക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേറെ ആരുമില്ല. ഇപ്പൊ ഒരാളുണ്ട്, ശിവാനി. പിച്ചള കല്യാണം കഴിക്കാൻ പോകുന്ന ആളാ. പിച്ചളക്ക് കുത്തുകൊണ്ടതോടെ കല്യാണം നീണ്ടു. പാവോ രണ്ടാളും. മനസ്സുജനില്ലേ ഇവിടെ? ഇല്ല. അന്ന് വന്നപ്പോഴും മനസ്സുജനില്ല, ഇപ്പോഴും ഇല്ല. മനസ്സുജൻ ഫുൾ ടൈം പുറത്താണോ? മനുഷ്യൻ ആശുപത്രിയിൽ പോയതാ. ആശുപത്രിയിലോ? എന്തുപറ്റി? മനുഷ്യനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. പിച്ചള ആരോ കുത്തി. പിച്ചളയുടെ അടുത്ത് പോയതാ മനുഷ്യൻ. ഓ, പിച്ചളയെ ആരോ കുത്തി. കൊള്ളാം.
അതെ, പിച്ചളെ കത്തി കൊണ്ട് കുത്തിന്ന് കേട്ടപ്പോ ചിരിക്കുകയാണോ വേണ്ടത്? സന്തോഷം പകരുന്ന വാർത്തകൾ കേൾക്കുമ്പോഴേ ചിരിക്കണ്ടേ? ചിരിക്കണം, ആസ്വദിച്ച് ചിരിക്കണം. വലം കൈയായി കൂടെ നടക്കുന്ന ചങ്ങാതിക്ക് കുത്തു കിട്ടിയെന്നറിഞ്ഞപ്പോ വാലിന് തീ പിടിച്ച കുരങ്ങനെ പോലെ പരക്കം പായി ആയിരിക്കുമല്ലേ മനസ്സിജൻ. എന്റെ മനസ്സിനെ കൊരങ്ങാന്ന് വിളിച്ചോണ്ടല്ലോ, പറഞ്ഞേക്കാം ആ ഉണ്ട കടിഞ്ഞ കുത്തിപ്പൊട്ടിക്കും. അയ്യോ, അങ്ങനെയൊന്നും ചെയ്തേക്കരുത്. കണ്ണില്ലെങ്കിലേ എനിക്കൊന്നും കാണാൻ പറ്റാതെ വരും. നിങ്ങളെയൊക്കെ എനിക്ക് കാണണ്ടേ? കാണണ്ട. നിങ്ങൾ എന്തിനാ പിന്നെ ഇങ്ങോട്ട് വന്നത്? നിങ്ങളുടെ ഒരു സാധനവും മനസ്സിന്റെ കയ്യിലില്ല. പോ. ഒക്കെ എനിക്കറിയാം. എല്ലാം അറിയുന്നവനാ ഈ വിനായകൻ. കഥയറിയാതെ ആട്ടം കാണുകയാ നിങ്ങളൊക്കെ. മോൾക്ക് ഒന്നും അറിയില്ല, ഒന്നും. മോളോ? ആരാ നിങ്ങളുടെ മോള്? മനസ്സിന്റെ പൊണ്ടാട്ടിക്ക് അല്പസ്വല്പം ശൗര്യമൊക്കെ ആവാം, അമിതമാവരുത്. മോളെന്ന് വിളിച്ച് പിടിച്ചില്ലെങ്കിൽ പേര് വിളിക്കാം. കുട്ടിമണി, ഞാനും മനസ്സിനും തമ്മിൽ വേറെ ചില കണക്കുകളുണ്ട്. മനസ്സിനും വിചാരിച്ചാൽ ആ കണക്ക് ഈസി ആയിട്ട് തീർക്കാം. പക്ഷേ മനസ്സ് ഞാൻ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക. ഗുണിതങ്ങൾ അങ്ങനെ പെരുകുന്നതിനനുസരിച്ച് ഇങ്ങോട്ട് തരാനുള്ളതും കൂടും. വട്ടിപ്പലിശക്കാരന്റെ കണക്കാണ് എന്റേത്. ഇതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ലെന്നറിയാം. വന്ന സ്ഥിതിക്ക് പറഞ്ഞു പോയെന്ന് മാത്രം. ആഹാ, ഇയാളെ ഇതുവരെ ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ. മനസ്സിന്റെ കുഞ്ഞാണല്ലേ? മനസ്സിന്റെ മാത്രല്ല, എന്റെയും കൂടി കുഞ്ഞാ. കൊള്ളാം, മിടുക്കി കുട്ടി. ഇങ്ങ് വാ. വേണ്ട, നിങ്ങൾ എന്റെ കുഞ്ഞുവിനെ തൊടണ്ട. നിങ്ങൾ ചീത്തയപ്പോ പോ ഇവിടുന്ന്. ചീത്തയല്ല ഞാൻ, എന്നെ ചീത്തയാക്കുന്നതാ. കുഞ്ഞിന് കൊടുക്കാൻ ഞാൻ ഒന്നും കൊണ്ടുവന്നില്ലല്ലോ. ഈ കുഞ്ഞെന്റെ കണക്ക് പുസ്തകത്തിലില്ലായിരുന്നു, അതാ പറ്റിയത്. ഇനി കുഞ്ഞിനെയും കൂടി ചേർത്തോളാം വിനായകന്റെ കണക്ക് പുസ്തകത്തിൽ. കുഞ്ഞിനൊന്നും കൊടുക്കാൻ സാധിക്കാത്തതിന്റെ വിഷമം മനസ്സിന് ഞാൻ കൊടുത്തു തീർത്തോളാം. മനസ്സിന് വേണ്ടി ഒന്നാന്തരം ഒരു ഗിഫ്റ്റ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഗിഫ്റ്റോ? അതെന്താ? ആശുപത്രിയിലേക്കല്ലേ മനസ്സിന് പോയിരിക്കുന്നത്. ഗിഫ്റ്റ് എന്താണെന്ന് ആശുപത്രി ചെല്ലുമ്പോൾ മനസ്സിന് അറിയും. അതെ, പറയൂ. ഈ പേഷ്യന്റെ പേരിലുള്ള ബില്ല് എത്രയാണെന്ന് അറിയണമായിരുന്നു. ഇത് ഐസിലുള്ള പേഷ്യന്റ് അല്ലേ? അതെ. ഒരു മിനിറ്റ്. ഈ പേഷ്യന്റിന്റെ പേരുള്ള മുഴുവൻ ബില്ല് ഇവിടെ അടച്ചിട്ടുണ്ട്. കുറച്ചു മുമ്പാണല്ലോ ക്ലിയർ ചെയ്തിരിക്കുന്നത്. ആര്? പേഷ്യന്റിന്റെ ആളായിരിക്കും. അങ്ങനെ വരാൻ ഇടയില്ല. ഒന്നുകൂടെ ശരിക്കും നോക്കി. ഈ നമ്പറിൽ കാണുന്ന പേഷ്യന്റെ പേരിൽ അഡ്വാൻസ് തുക അടച്ചിരിക്കുക. അല്ല, അടച്ചത് ആരാണെന്ന്? നിങ്ങൾ പേഷ്യന്റിന്റെ ആരാ? ഞാൻ സുഹൃത്താ. അപ്പൊ പിന്നെ പേഷ്യന്റ് വേണ്ടപ്പെട്ടവർ ആരെങ്കിലും ആയിരിക്കും ഈ ബില്ല് പേ ചെയ്തിരിക്കുന്നത്. അല്ല, ഹലോ, സിറ്റി ഹോസ്പിറ്റൽ. പിച്ചളയ്ക്ക് ഞാനല്ലാതെ പിന്നെ വേറെ ആരാ? അല്പം മുമ്പെന്ന് പറയുമ്പോൾ അതാരായിരിക്കും? ഒരുപക്ഷെ ബാലട്ടനായിരിക്കോ? ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വര. പോയിട്ട് അധികം നേരം ആയില്ലോ സജ. കുഞ്ഞുമണിയെ പോലും ഒന്നും എടുക്കാൻ നിന്നില്ല അല്ലേ? അതെ ബാലേട്ടാ, മനസ്സിപ്പോ ഒന്ന് തണുത്തു അല്ലേ ശിവാനി? ഒരു നീണ്ട സംഭാഷണത്തിനുള്ള സമയം എടുത്തിട്ടുണ്ട് എന്തായാലും. പിച്ചളയെ ആശ്വസിപ്പിക്കാൻ കയറിയ ആളെ പിച്ചള തിരികെ ആശ്വസിപ്പിച്ച് വിട്ടോന്നാ എനിക്ക് സംശയം. അത് പിന്നെ പിച്ചള അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ ബാലേട്ടാ. പിച്ചള പറഞ്ഞത്രേ ശിവാനിയെ ദിവസം 2 നേരമെങ്കിലും ഇവിടെ കൊണ്ടുവരണമെന്ന്. എന്തിന് ആണോ ശിവാനി? ഡോക്ടറിൽ നിന്നും മരുന്നിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ആശ്വാസം കിട്ടുമത്രേ. ICU കടന്നാലും
പിച്ചളയുടെ തത്വം പറച്ചിലിന് ഒരു കുറവുമില്ല. പിച്ചളെ ICU നിന്നും എത്രയും പെട്ടെന്ന് വാർഡിലേക്ക് മാറ്റണമെന്നാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ബാലേട്ടാ. എന്താ സിജ? ശിവാനി ഇവിടെ ഇരുന്നോ. ഞാനും ബാലേട്ടനും കൂടി ഒരു കാര്യം സംസാരിച്ചിട്ട് വരാം. ബാലേട്ടാ, പിച്ചളയുടെ ഇവിടുത്തെ ബില്ലെന്തെങ്കിലും ബാലേട്ടൻ അടച്ചായിരുന്നോ? ഇല്ല സിജ. എന്തു പറ്റി? നേര് പറ ബാലേട്ടാ. ഇല്ല സിജ, എന്നെ കൊണ്ട് കഴിയാവുന്ന ചെറിയ സഹായങ്ങളല്ല ഞാൻ ചെയ്തത്. സിജൻ എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല ബാലേട്ടാ, പിച്ചളയുടെ പേരിൽ ഇവിടുന്ന് കിട്ടുന്ന ചെറിയ ബില്ലാണെങ്കിൽ പോലും അതടയ്ക്കാൻ ഇവിടെ ഞാനും ബാലേട്ടനും മാത്രമല്ലേ ഉള്ളൂ. അതെ. ഇപ്പം എന്താ, ബില്ലെന്തെങ്കിലും കിട്ടിയോ? ബില്ലൊന്നും കിട്ടിയില്ല. പക്ഷേ നല്ലൊരു എമൗണ്ട് ആയിട്ടുള്ളതായിട്ട് അറിയായിരുന്നു. അതിനുവേണ്ടി ഞാനിത്തിരി പൈസ ഒപ്പിക്കാൻ വേണ്ടി പോയതാ. എന്നിട്ട് ബില്ലടച്ചോ? അടച്ചു. പക്ഷെ അത് ഞാനല്ല. പിന്നെ വേറെ ആരോ. സിജ, അതാരാത്? അറിയില്ല ബാലേട്ടാ. ഞാൻ കരുതിയത് ബാലേട്ടനായിരിക്കുന്ന. പണം അടയ്ക്കാൻ വേണ്ടി കൗണ്ടറിൽ ചെന്നപ്പോഴാണ് ഞാൻ അതറിയുന്നത്. ഒരല്പം മുമ്പാണ് പണം അടച്ചിരിക്കുന്നത്. ഈ നിമിഷം വരെയുള്ള മുഴുവൻ ബില്ലിന്റെ തുകയും കഴിഞ്ഞ് മുൻകൂർ അഡ്വാൻസ് തുക അടച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആർക്കെങ്കിലും ഒരു അബദ്ധം പറ്റിയതായിരിക്കും സിജ. ഇനി പേര് മാറിയിട്ടാ മറ്റോ? ഏയ്, അങ്ങനെ ഒരു അബദ്ധം പറ്റുമോ ബാലേട്ടാ? എല്ലാം കമ്പ്യൂട്ടർ പരിപാടിയല്ലേ. ഓ, അപ്പൊ പിന്നെ ബില്ലടച്ചത് അതാരായിരിക്കും സിജ? അതാരാണെങ്കിലും നമുക്ക് കണ്ടെത്തണം ബാലേട്ടാ. എന്നിട്ട് ഇവിടെ അടച്ച മുഴുവൻ തുകയും അയാൾക്ക് തന്നെ തിരികെ കൊടുക്കുകയും വേണം. ഹലോ. മനസിജൻ വണക്കം. ഇത് നാന്താ വിനായകൻ. വയലോരം വീട്ടിൽ നിന്നും ഓടിപ്പിടിച്ച് ക്യാഷ് കൗണ്ടറിൽ എത്തിയപ്പോ ശരിക്കും ഞെട്ടിപ്പോയി അല്ലേ മനസ്സിയ? പിച്ചളയുടെ പേരിലുള്ള സകല ബില്ലുകളും ആരോ അടച്ചു ഇല്ലേ മനസ്സിയ? ഇനി അതാരാ, ഏതവൻ എന്നൊന്നും ആലോചിച്ച് നിങ്ങൾ തലവുണ്ടാക്കണ്ട. അത് ഞാൻ തന്നെയാ. വിനായകൻ നല്ല മനസ്സുള്ള ആളാ. നിങ്ങൾക്കത് കാണാൻ കഴിയാത്തതാ. സാധുക്കൾക്കും രോഗികൾക്കും വാരിക്കോരി കൊടുക്കും വിനായകൻ. വിനായക, നിങ്ങളുടെ ഔദാര്യം ഈ എനിക്കോ പിച്ചളയ്ക്കോ ആവശ്യമില്ല. മനസ്സില, ഈ പണമേ കുത്തിയവൻ കുത്തേറ്റവന് നൽകുന്ന ചികിത്സാ ധനസഹായമായി കണ്ടാ മതി. അതെ മനസ്സില, നിങ്ങൾ കാരണം എനിക്ക് നിങ്ങളുടെ ഉറ്റ ചങ്ങാതിയെ കുത്തിക്കീറേണ്ടി വന്നു. സ്വകാര്യ ആശുപത്രിയല്ലേ, വലിയ ചെലവ് വഹിക്കേണ്ടി വരും. ഒക്കെ എനിക്ക് വിട്ടേക്ക് മനസ്സില. എടുപ്പവതും ഞാൻ, കൊടുപ്പവതും ഞാൻ. ഞാനേ വിനായകൻ. പിച്ചളയെ ഞാൻ ജീവിതത്തിലേക്ക് വിട്ടു തന്നില്ലേ മനസ്സില? അതേപോലെ ശിവാനിയെ നിങ്ങൾ എനിക്ക് വിട്ടു തന്നേക്ക്. ഞാൻ പറഞ്ഞതല്ലേ മനസ്സില, അവളെ എനിക്കല്ലാതെ മറ്റാർക്കും കിട്ടാൻ പോകുന്നില്ലെന്ന്. ഞാൻ അവളെയും കൊണ്ട് എന്റെ വഴിക്ക് പൊക്കോട്ടെ മനസ്സില. മനസ്സില, എന്നെ എന്റെ വഴിക്ക് വിട്ടില്ലെങ്കിൽ ഞാൻ ഇതുപോലെ നിങ്ങളുടെ വഴിയെ വരും. അന്ന് ഞാൻ 2 ലക്ഷം തട്ടിയെടുത്തു. അത് ഞാൻ തിരികെ തന്നെങ്കിലും അതിന്റെ പേരിൽ നീ ഒത്തിരി ഉരുകിയില്ലേ? ദാ ഇപ്പൊ പിച്ചള വീണ് കിടക്കുന്നു. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്നു. ഒരു ഗുണവും ഇല്ല നീ. ഇതൊക്കെ പറയുമ്പോഴേ മനസ്സിൽ എൻ്റെ പല്ല് ഞെരിക്കുന്ന മുഖം കാണുന്നുണ്ട് ഞാൻ. ഒരു കാര്യം ചെയ്യും, ആ ഫോണിൽ വോയിസ് റെക്കോർഡർ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നതൊക്കെ അതിൽ റെക്കോർഡ് ചെയ്യും. എന്നിട്ട് അതും കൊണ്ടുപോയി എനിക്കെതിരെ കേസ് കൊടുക്ക്. കൊടുക്കില്ല. എനിക്കെതിരെ കേസ് കൊടുക്കാനാവില്ല മനസ്സിന്. കേസ് കൊടുത്താൽ പലതിനും സമാധാനം പറയേണ്ടി വരുമെന്ന് മനസ്സിനറിയാം. അടി, ഇടി, പിടിച്ചുകൊണ്ടു പോകൽ, അതൊന്നും വിനായകന്റെ രീതിയല്ല. ദാ ഇതൊക്കെയാണ് വിനായകന്റെ രീതികൾ. വേറൊരു മാറ്റർ കൂടി പറയാനുണ്ട്.
ഞാനിന്ന് മനസ്സിന്റെ വീട്ടിൽ പോയിരുന്നു. കണ്ടു മനസ്സിന്റെ പൊണ്ടാട്ടിയെയും കുട്ടിയെയും. എനിക്ക് നന്നായി പിടിച്ചു രണ്ടാളെയും. പ്രത്യേകിച്ച് കുട്ടിയെ. കുറച്ചുകൂടി പോകുമ്പോഴേ ഞാനൊന്ന് റൂട്ട് മാറ്റി പിടിക്കും. കളിയെ കുഞ്ഞുമായിട്ടാക്കും. ആ കളിക്ക് രസമേറെയാ. ഹലോ ഹലോ വിനായക, ഹലോ. സിജ, ആരായിരുന്നു? അത് എൻ്റെ ഒരു സുഹൃത്താ ബാലേട്ടാ. പിച്ചളുടെ വിവരം അറിയാൻ വേണ്ടി വിളിച്ചതാ. പിച്ചളെ, ശിവാനിയും ബാലേട്ടനും പോയ പോയി. ഇല്ല, ശിവാനിക്ക് നല്ല വിഷമമുണ്ട്. ഉണ്ടാവും. നിശ്ചയിച്ച കല്യാണം മുടങ്ങിയ ആർക്കായാലും വിഷമമുണ്ടാവും. കല്യാണം മുടങ്ങിയതിൻ്റെ ഒന്നുമല്ല, പിച്ചളയ്ക്ക് ഈ ഗതി വന്നതില്ല ശിവാനി ഉള്ളുരുകി കരയുന്നത്. പിച്ചള എന്നോടൊരു സത്യം പറയണം. ഭായിയോട് ഞാൻ എന്തെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ? എങ്കിൽ പിച്ചള പറ, ആരാ പിച്ചളെ കുത്തിയത്? പറ പിച്ചളെ, എനിക്കതറിയണം. ആരാ പിച്ചളെ കുത്തിയത്? എനിക്കറിയില്ല ഭായ്. ആരാണ് കുത്തിയതെന്നും എന്തിനാ കുത്തിയതെന്നും അത് ചെയ്തവനല്ല അറിയൂ. പിച്ചള ആരെങ്കിലും ഭയക്കുന്നുണ്ടോ? ദേ, ഈ കിടപ്പിൽ കിടന്ന് കിട്ടാവുന്ന മരണത്തെ പോലും ഭയക്കാത്തവനാണ് ഈ പിച്ചള. ഭായിക്ക് അറിയാലോ. പിന്നെ എന്തിനാ ഭായ് ഇങ്ങനൊരു ചോദ്യം? പിച്ചളെ കുത്തിയത് വിനായകനാണോ? നേര് പറ പിച്ചളെ, പിച്ചളയെ കൊല്ലാൻ ശ്രമിച്ചത് വിനായകനാണോന്ന്? അങ്ങനൊരു ആരോപണം എനിക്കില്ല ഭായ്. ഒരു സംശയത്തിന്റെ പേരിൽ വിനായകൻ അതിലേക്ക് വലിച്ചഴക്കണമെന്നില്ല. പിച്ചള ഒന്നുകൂടി ഒന്ന് ഓർത്തു നോക്ക്. ഇല്ല ഭായ്, എനിക്കെല്ലാം ഓർമ്മയുണ്ട്. ശിവാനിയോട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് വരികയായിരുന്നു ഞാൻ. അവിടെ സാധാരണയായി ഒരു വഴിവിളക്ക് കത്തിക്കിടക്കാറുണ്ടായിരുന്നു. അന്ന് അതും ഇല്ലായിരുന്നു. കണ്ണിൽ കുത്തിക്കേറുന്ന ഇരുട്ടും. പെട്ടെന്ന് രണ്ടുപേരുടെ ആക്രമണം ഉണ്ടായപ്പം ആദ്യം ഞാൻ കരുതിയത് പിടിച്ചു പറിക്കാനുള്ള ശ്രമമാണെന്നാണ്. പള്ളയ്ക്ക് കത്തി തിരിക്കുമ്പോഴാ അവരെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. പിച്ചള ഇരട്ടച്ചങ്കുള്ളവനല്ല ബായ്, എന്നിട്ടും വീണുപോയി. നേരിട്ട് വന്ന് വലിയ വെല്ലുവിളികളൊക്കെ നടത്തുന്ന ആളല്ല വിനായകൻ. അയാൾ ഇങ്ങനൊരു ഭീരുത്വം കാണിക്കുന്ന ബായ്ക്ക് തോന്നുന്നുണ്ടോ? അങ്ങനൊരു ഭീരുത്വം അയാൾ കാണിച്ചു പിച്ചളെ. പിച്ചളയെ കുത്തിയത് അയാൾ തന്നെയാ. അതേ പിച്ചളെ, അയാളുടെ നാവീന്ന് തന്നെയാ അത് വീണത്. ബായ്, ദേ, ഞാൻ ഈ പണം എടുക്കാൻ വേണ്ടി വീട് വരെ പോയിരിക്കുകയായിരുന്നു. ഇവിടെ ഒരു വലിയ സംഖ്യയായിട്ടുണ്ടെന്ന് അറിയാമായിരുന്നു. അതടയ്ക്കാൻ ഈ പണമല്ലാതെ നമ്മുടെ മുമ്പിൽ വേറെ മാർഗമൊന്നുമില്ലല്ലോ പിച്ചളെ. പണം അടയ്ക്കാൻ വേണ്ടി ക്യാഷ് കൗണ്ടറിൽ ചെന്നപ്പോൾ അവരെന്നെ ഞെട്ടിച്ചു. പിച്ചളയുടെ പേരിൽ ഈ നിമിഷം വരെ ആയിട്ടുള്ള സകല ബില്ലുകളുടെയും തുക ആരോ ഒരാൾ അടച്ചിരിക്കുന്നു. ബാലേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ കരുതിയത് ബാലേട്ടനായിരിക്കുന്ന, പക്ഷേ ബാലേട്ടനായിരുന്നില്ല. അപ്പോഴാ പിച്ചളെ വിനായകൻ്റെ ഫോൺ കോൾ എനിക്ക് വന്നത്. കുത്തിയവൻ തന്നെ കുത്തേറ്റവൻ്റെ ചികിത്സാ ചെലവുകൾ വഹിക്കുകയാണെന്ന് പറഞ്ഞ് അയാൾ കുറ്റം ഏറ്റെടുത്തു പിച്ചളെ. ഇത് നമുക്ക് ചോദിക്കണം ഭായ്. എന്നെ കുത്തിയതിലല്ല, എന്റെ ഭായിയുടെ അനിയത്തിക്കുട്ടി കതിർ മണ്ഡപത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് ഈ നെഞ്ച് പിടപ്പിച്ചില്ല അയാൾ. അതുതന്നെയായിരുന്നു പിച്ചളെ വിനായകൻ്റെ ലക്ഷ്യവും. പിച്ചളയും ശിവാനിയുമായിട്ടുള്ള വിവാഹം മുടങ്ങണം. അതിനുവേണ്ടിയാ അയാൾ പിച്ചളയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. വിനായകൻ വിധിക്കുന്ന പോലൊന്നും സംഭവിക്കാൻ പോണില്ല ഭായ്. ഏതോ ഒരു വിനായകൻ കടാരയും വടിവാളുമായിട്ട് ഇറങ്ങി തിരിച്ചാലൊന്നും എന്റെ ഭായിയുടെ തീരുമാനത്തിന് ഒരു മാറ്റം ഉണ്ടാവാൻ പാടില്ല.
സ്ട്രക്ചറിലോ ആംബുലൻസിലോ ഞാനിവിടെ നിന്ന് ഇറങ്ങി വരാ ബായ്. നിശ്ചയിച്ചുറപ്പിച്ച മുഹൂർത്തത്തിൽ ശിവാനിയുടെ കഴുത്തില് ഞാൻ താലി കെട്ടാം. അതോടെ തീരുമല്ലോ വിനായകന്റെ കലി. വേണ്ട പിച്ചളെ, കല്യാണമെന്നുള്ള വിഷയം തൽക്കാലത്തേക്ക് മാറ്റിവെച്ച് പിച്ചള സുഖപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ വയലുരം വീട്ടിലുള്ളവർ. മുൻപും പിൻപും നോക്കാതെ വിനായകനെതിരെ നമ്മൾ ഇറങ്ങിത്തിരിക്കാൻ പാടില്ല. വിനായകനെ സംബന്ധിച്ച് അവനൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷെ നമ്മൾ അങ്ങനെയാണോ പിച്ചളെ? തിരികെ തന്ന ഈ പണം കൊണ്ടുപോലും നമ്മുടെ സ്വസ്ഥത കെടുത്തിക്കൊണ്ടിരിക്കുക അയാൾ. ഇനി വിനായകനെതിരെ നമ്മൾ എന്തെങ്കിലും രീതിയിൽ നീങ്ങിയ ശിവയുടെ വിഷയം പൊങ്ങി വരും. നമുക്ക് ദോഷം ചെയ്യും പിച്ചളെ. ഈ പണം കയ്യിലിരുന്ന് പൊള്ളിക്കുക, ഇതിൻ്റെ പേരിൽ അനുഭവിക്കുന്ന ടെൻഷൻ പറഞ്ഞറിയിക്കാനാവില്ലല്ലോ. ഒരാളോട് പോലും പറയാൻ പറ്റില്ലല്ലോ. പല രീതിയിലും നമ്മളെ ഞെരിച്ച് ശ്വാസം മുട്ടിക്കുക വിനായകൻ. ഏതെങ്കിലും രീതിയിൽ വിനായകനെ പൂട്ടിയേ പറ്റൂ. അതിന് പറ്റിയൊരു വഴി തെളിയാതിരിക്കില്ല. ഇവിടെ നിന്ന് സ്റ്റേഷനിലേക്ക് വിളിച്ചിരുന്നു. പേഷ്യൻ്റെ നില മെച്ചപ്പെട്ടെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് ഇപ്പോൾ? സംസാരിക്കുന്നതിന് പ്രയാസമൊന്നുമില്ലല്ലോ? ഇല്ല സാർ. കുത്തിയതാരാണെന്ന് പറഞ്ഞു? ഇല്ല, സംസാരിക്കുമെങ്കിലും വേദന കാരണം പ്രയാസപ്പെടുന്നുണ്ട്. ഞങ്ങൾക്ക് മൊഴി രേഖപ്പെടുത്തിയല്ലേ പറ്റൂ. എന്തായാലും പേഷ്യന്റിനെ ഒന്ന് കാണട്ടെ. സർ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഭേദപ്പെട്ടു വരുന്നു സാർ. സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഈ സംസാരം നഷ്ടപ്പെട്ട പിന്നെ പിച്ചള ഇല്ല സാറേ. നിങ്ങളുടെ മൊഴിയെടുക്കാനുള്ള രണ്ടാമത്തെ വരവാണിത്. ആദ്യത്തെ തവണ വന്നപ്പോൾ നിങ്ങളുടെ നില മോശമാണെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ മടങ്ങി. ഇപ്പോൾ ഡോക്ടർ തന്നെയാണ് വിളിച്ചറിയിച്ചത് ആൾ ഓക്കെ വരുന്നുണ്ടെന്ന്. സുരേഷേ, ആരാ നിങ്ങളെ കുത്തിയെന്ന് വല്ല പിടിയുണ്ടോ? അറിയില്ല സാർ. അവരെത്ര പേരുണ്ടായിരുന്നു? 2 പേരുണ്ടായിരുന്നു. ഒന്നുകൂടി നോർത്ത് നോക്ക്. ആ 2 പേരെ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ടതായിട്ട്? രാത്രി ഇരുട്ടായിരുന്നു സാറേ. ഞാൻ ഫോണിൽ സംസാരിച്ച് വരികയായിരുന്നു. വിളി അവസാനിപ്പിച്ച് മുന്നോട്ട് നടക്കാൻ നേരം 2 പേര് വഴി തടഞ്ഞു. ഞാൻ പതിവായി പോകുന്ന വഴിയല്ല സാറേ. അങ്ങനെ ഒരു ആശങ്ക എനിക്ക് ഉണ്ടായിരുന്നില്ല. അടുത്ത നിമിഷം അവരെന്നെ ആക്രമിക്കുകയായിരുന്നു. നിലത്ത് വീണപ്പോഴാണ് കുത്തേറ്റു എന്നുള്ളത് ഞാൻ അറിഞ്ഞത്. നിങ്ങൾ ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ? ആരുടെയോ നെഞ്ചത്ത് കയറാനിരുന്ന കടാര എൻ്റെ പള്ളയ്ക്ക് കയറി. ഇതാള് മാറി കുത്തിയതാണ് സാർ. ഞാൻ ആരുടെയും ശത്രു ആവാൻ ശ്രമിച്ചിട്ടില്ല. സാറ് പറഞ്ഞതുപോലെ സംശയിക്കാൻ എനിക്ക് ശത്രുക്കളുമില്ല. എനിക്ക് മാത്രമല്ല, എൻ്റെ ബായിക്കും. അല്ലേ ബായ്? എന്തായാലും നിങ്ങളുടെ മൊഴി രേഖപ്പെടുത്താതിരിക്കാനാവില്ല. വേണ്ട സാറേ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരു പരാതിയില്ല. അതെ സാറേ, കുത്തിയതാരാ, ഏതാ, എന്തിനാന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് കേസിനും പരാതിക്കൊന്നും ഞാനില്ല സാറേ. നിങ്ങൾക്ക് പരാതിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിയുക? പരാതിയില്ല സാറേ. ഒരു കല്യാണം കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കാൻ പോണോനാ ഞാൻ. കേസും കോടതിയായിട്ട് കയറി ഇറങ്ങാനൊന്നും താല്പര്യമില്ലാഞ്ഞിട്ടാ. ശരി, നിങ്ങളുടെ തീരുമാനം അതാണെങ്കിൽ അതങ്ങനെ. പക്ഷേ സമാനമായ ഒരു അറ്റംപ്റ്റില്ല അന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെട്ടത്. മനഃപൂർവ്വമായൊരു വധശ്രമം ഇതിൽ സംശയിക്കാവുന്നേ ഉള്ളൂ. ഇല്ല സാറേ, അതും ഇതായിട്ടൊന്നും ഒരു ബന്ധമില്ല. നീട്ടിക്കിട്ടിയ ഈ ആയുസ്സുകൊണ്ട് സമാധാനപരമായ ഒരു കുടുംബജീവിതം തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട് സാർ. അതിന് അനുവദിച്ചാൽ മതി. പണം നഷ്ടപ്പെട്ട കേസിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. എന്തെങ്കിലും സൂചന കിട്ടുവാണെങ്കിൽ ഞാൻ അറിയിക്കാം നിങ്ങളെ. ആയിക്കോട്ടെ സാർ. ആ, പരാതിയില്ലെന്ന് പറഞ്ഞ് നന്നായി പിച്ചളെ. എന്തായാലും കുത്തിയത് ഞാനാണെന്ന് പറഞ്ഞ് വിനായകൻ സ്റ്റേഷനിലൊന്നും പോയി കീഴടങ്ങാനൊന്നും പോകുന്നില്ല. ശിവാനിയെ വീണ്ടെടുക്കാനും ശിവയുടെ തിരോധാനത്തിന് പിന്നിലെ സത്യം പുറത്തു കൊണ്ടുവരാനുമാണ് ആ വിനായകൻ ശ്രമിക്കുന്നത്. പരാതി ഉണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു നിമിഷം കൊണ്ട് ഒരുപക്ഷെ നമുക്കെല്ലാം കൈവിട്ടു പോകായിരുന്നു പിച്ചളെ.
കുത്തിയത് വിനായകനാണെങ്കിൽ പരാതിയില്ല എന്ന് പറഞ്ഞത് നമ്മൾ അയാൾക്ക് കൊടുക്കുന്നൊരു ശിക്ഷയാണ് ബൈ. പരാതിയില്ല, കുത്തു കൊണ്ടവനും പരാതിയില്ല, പണം നഷ്ടപ്പെട്ടവനും പരാതിയില്ല. അതെ, ഞാനും പിച്ചളയും നിങ്ങൾക്കെതിരെ ഒരു പരാതിയും കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് ഒന്നുകൂടി കുറ്റസമ്മതം നടത്തണം. വിനായക, ദ്രോഹിക്കരുത്. പോലീസ്, കേസ്, കോടതി അതിനൊന്നും ഇറങ്ങിത്തിരിക്കാൻ ഞങ്ങൾക്ക് വയ്യാത്തതുകൊണ്ടാണ്. ഞങ്ങളെ ഞങ്ങളുടെ പാട്ടിന് വിട്ടേക്ക് വിനായക. ഇതൊരു ഭീരുവിന്റെ മുഖമല്ല. നിങ്ങൾ എൻ്റെ മുന്നിൽ വലിയ മിടുക്ക് കാണിക്കുകയാണ്. പിച്ചളയെ കുത്തിയതിൻ്റെ പിന്നിലും നിങ്ങളുടെ പണം തട്ടിയെടുത്തതിൻ്റെ പിന്നിലും ഞാനാണെന്ന് തുറന്ന് സമ്മതിച്ചിട്ടും നിങ്ങൾ എനിക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാതിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. അതാർക്കു വേണ്ടിയാണെന്നും എനിക്കറിയാം. ശിവാനി, ശിവയുടെ അനിയത്തി ശിവാനിക്ക് വേണ്ടിയാണ് നിങ്ങളുടെ ഈ മൗനം. വിനായക, എനിക്ക് നിങ്ങളെയോ നിങ്ങൾക്ക് എന്നെയോ അറിയില്ല. അതുകൊണ്ട് ശിവാനിയുടെ പേര് പറഞ്ഞ് നിങ്ങൾ എന്നെ എങ്ങനെ വേട്ടയാടരുത്. പിച്ചള നിങ്ങൾക്കാരുമല്ലായിരിക്കാം, പക്ഷേ പിച്ചള എൻ്റെ ചങ്ങാതിയാ. സ്നേഹിക്കാനും ഒപ്പം നിൽക്കാനും മാത്രം അറിയാവുന്ന ഒരു പാവത്താനാ പിച്ചള. എനിക്കറിയാം മനസ്സിലാ, കത്തി കുത്തിക്കേറിയത് പിച്ചളയുടെ വയറ്റിലേക്കല്ലെന്നും നിങ്ങളുടെ ഈ ചങ്കിലേക്കാണെന്നും എനിക്ക് നന്നായിട്ടറിയാം. മരണം ഉറപ്പാകുന്നതുവരെ എനിക്ക് അയാളെ കുത്തി കീറാമായിരുന്നു. വിനായകൻ അത് ചെയ്തോ? ഇല്ല. എന്തുകൊണ്ട്? പിച്ചളയ്ക്ക് ശ്വാസം തിരിച്ചു കിട്ടിയെങ്കിൽ അത് ഈ വിനായകന്റെ ഔദാര്യമാണ്. ഞാൻ കളി തുടങ്ങുന്നേ ഉള്ളൂ മനസ്സിലാ. നിങ്ങൾ ഒരാൾ കാരണം ഇപ്പൊ എത്ര പേരാ കണ്ണീര് കുടിക്കുന്നത്? പച്ചക്കറിക്കട എന്ന സ്വപ്നം സഫലമാകാതെ നിങ്ങളുടെ കുട്ടിമണി, വയലോരം വീട്ടിലുള്ള നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ, ഇപ്പതേ പിച്ചളയും. നിങ്ങൾ ഒരാളുടെ പിടിവാശി കാരണം അവരുടെ ജീവിതം കണ്ണീരിലും ചെളിയിലും മുങ്ങിപ്പോകും മനസ്സിലാ. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്നൊരു തീരുമാനമെടുക്കും. എൻ്റെ ശിവാനിയെ ഇങ്ങ് വിട്ടു തന്നേക്ക്. അവൾ എൻ്റെ പെണ്ണല്ലേ. അവളെയും കൊണ്ട് മദിരാശിക്ക് പറന്നോട്ടെ ഞാൻ. വിനായക, ശിവ ഒരാൾ നിങ്ങൾക്കുണ്ടാക്കി വെച്ച ബാധ്യതയുടെ പേരില നിങ്ങൾ ശിവാനിയുടെ മേൽ ഈ ആധിപത്യം സ്ഥാപിക്കുന്നത്. കറക്റ്റ്, കറക്റ്റ്. ആ ബാധ്യത ഞാൻ തീർത്തോളാം. എന്താ എന്താ നിങ്ങളിപ്പോൾ പറഞ്ഞേ? ശിവ നിങ്ങൾക്കുണ്ടാക്കി വെച്ച ബാധ്യത എത്ര വലുതാണെങ്കിലും അത് ഞാൻ തീർത്തോളാം. നിങ്ങൾ അതിനെനിക്കൊരു സാവകാശം തരണം. എന്ത് സാവകാശം വേണം പറ? 6 മാസം? 6 കൊല്ലം? വിനായക, ശിവാനി എൻ്റെ അനിയത്തിക്കുട്ടിയാ. അവൾക്ക് വേണ്ടി എത്ര വർഷം അധ്വാനിച്ചിട്ടായാലും നിങ്ങൾക്ക് ശിവ ഉണ്ടാക്കി വെച്ച ബാധ്യത ഞാൻ തീർക്കാം. ഇതെന്റെ വാക്കാ. വാക്ക് മാറ്റി പറയുന്നവനല്ല മനസ്സിൽ. ശിവാനി, അവള് നിങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്ന് സമ്മതിച്ചില്ലേ? ഇപ്പം ഞാനാണ് മനസ്സിലാ വിജയിച്ചത്. ഈ കളിയിൽ എനിക്ക് 100 മാർക്കാ. ശിവാനി എനിക്ക് തന്നേക്ക് മനസ്സിലാ. ശിവ എനിക്ക് വരുത്തിവെച്ച ബാധ്യത തീർക്കാൻ ഈ ആയുഷ്കാലം പോരാതെ വരും നിങ്ങൾക്ക്. മനസ്സിലാ, നിങ്ങൾ ഒരാൾ വിചാരിച്ചാൽ എല്ലാം ഒത്തുതീർപ്പിലാകും. നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും ഈ പ്രശ്നത്തിലൊരു പരിഹാരം കാണാൻ പറ്റില്ല. അവളെ വിട്ടു തന്നേക്ക് മനസ്സിലാ. പിന്നെ ഒരു നിമിഷം ഞാനിവിടെ നിൽക്കില്ല. പറയും മനസ്സിലാ, ഇപ്പൊ എവിടെയുണ്ട് എൻ്റെ ശിവാനി? ശിവാനിക്ക് നിങ്ങളെ പേടിയ വിനായക. അവൾ നിങ്ങളെ കാണാനോ കൂടെ വരാനോ ആഗ്രഹിക്കുന്നില്ല. ശിവാനിയെ എനിക്ക് വിട്ടുതരാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതല്ലേ? അത് തന്നെയാ. ആണ്ടവാ, നീ എന്നെ കാക്കണ്ട, ഈ മനസ്സിനെ കാത്തോളണേ.